ഇപ്പം എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമല്ലേ. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ടൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുഴുക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ചക്ക പറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഈ വിളഞ്ഞറൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. എന്നിട്ട് പച്ച തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലത്തെ ആ ഭാഗം ഒന്ന് ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചക്കച്ചുളയും കുരുവും സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക ചെയ്യുന്നത്. ചക്കയുടെ ചുള ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു വൈറ്റ് സ്കിന്ന് പോലത്തെ സാധനം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടുക. എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തേക്കുന്നത്. അതിലേക്ക് 7-8 ചെറിയുള്ളിയും 5-6 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അരഞ്ഞു പോവാതെ നോക്കണം. എന്നിട്ട് ഈ അരപ്പ് വേവിച്ച് വെച്ച ചക്കയിലേക്കിട്ട് തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ചെയ്യുന്നത് വല്ലാതെ കുഴഞ്ഞു പോകാതിരിക്കാനാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കുറവ് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്റ്റൗവിൽ ഒരു 5 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിൽ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഒരു 4-5 വറ്റൽമുളകും കൂടിയിട്ട് ഒന്നത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കുക. ചക്ക ഇട്ടതിന് ശേഷം തവിയുടെ ബാക്ക് കൊണ്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്ക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വീട്ടിൽ ചക്കപ്പുഴുക്കും കാപ്പിയൊക്കെയാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.